നമസ്തേ. 2/2/2025 ഞായറാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ്. എൻ്റെ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക തന്നെ വേണം. എങ്കിലാണ് അത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ. കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈം തുടങ്ങിയ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് 2/2/2025 ഞായറാഴ്ചത്തെ ഫലം. മേടം മീനം രാശിക്കാർക്ക് ശുഭകരവും, കർക്കിടകം ചിങ്ങം തുലാം കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, കന്നി ധനു മകരം രാശിക്കാർക്ക് ദോഷവും, ഇടവം മിഥുനം വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇതിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ വീഡിയോ നിങ്ങൾക്ക് കിട്ടില്ല. അല്ലെങ്കിൽ അത് കൂടാണ്ട് തൊഴിൽ കാര്യങ്ങളെ മാത്രം ആധാരമാക്കിക്കൊണ്ട് ഓരോ ദിവസത്തെയും ഓരോ കൂറുകാരുടെയും തൊഴിലിൻ്റെ ഗുണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിക്കൊണ്ടൊരു വീഡിയോ ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ യൂട്യൂബ് കാണുക. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് പിറ്റേ ദിവസത്തെ ഫലം ആണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കാണുക. അതും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. തൊഴിൽ മാത്രം, കാരണം അത് ഇതോടെ പാട് ചെയ്യുമ്പോൾ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതുകൊണ്ട് തൊഴിൽ ഒരുപാട് മേഖലകളായി വ്യാപിച്ച് കിടക്കുകയാണല്ലോ, അതുകൊണ്ട് കേട്ടോ. നമുക്ക് ഇനി ഓരോ നാളും പറഞ്ഞ് നോക്കാം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രം മേടക്കൂറ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ അനുകൂലമാണ്, സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കുന്ന സമയമാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. അതേപോലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. മക്കൾ സ്ഥാനീകരിൽ നിന്നൊക്കെ മേന്മയുണ്ടാകും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകും. അതേപോലെ തന്നെ തൊഴിൽ രംഗത്ത് പൊതുവെ വലിയ ദോഷമില്ലായിരിക്കാം, ഇല്ലാതെ വരും. അതേപോലെ ഒരാത്മവിശ്വാസക്കുറവൊക്കെ അനുഭവപ്പെടുമെങ്കിലും പൊതുവെ മേടക്കൂറുകാർക്ക് ഈ ഞായറാഴ്ച നന്മയുള്ളതായിരിക്കും. ഇനി കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം, ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഠിന ദോഷം തന്നെയാണ്. എങ്കിലും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാകും. ബാക്കി എല്ലാ കാര്യങ്ങളും അത്ര അനുകൂലമൊന്നുമല്ല. ഒരാത്മവിശ്വാസക്കുറവും ആത്മധൈര്യമില്ലായ്മയും ഒക്കെ അനുഭവപ്പെടുക തന്നെ ചെയ്യും. അതേപോലെ ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ്. മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസവും കലഹവും ഉണ്ടാകാതെ സൂക്ഷിക്കണം. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല, സുഹൃത്തുക്കൾ അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സഹോദര സ്ഥാനീയരുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിലുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രത്യേകം വീഡിയോ ചെയ്യുന്നുള്ളത് കൊണ്ട് നിങ്ങൾ തൊഴിൽ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ആ വീഡിയോ കാണുക. പക്ഷേ ഇതിൽ മോശമാണ് എന്നൊക്കെ പറയും. ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് കാണുക. ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ 3/4 ഭാഗം. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചും കഠിന ദോഷമുള്ള സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. സുഹൃത്തുക്കളിൽ നിന്ന് അനുകൂലാവസ്ഥ ഉണ്ടാവും. ബന്ധുക്കൾ അനുകൂലമാണ്. വാക്കുകൾ ഒക്കെ കുറച്ച് അനുകൂലമായി പ്രയോഗിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് കുറച്ച് ദോഷങ്ങളൊക്കെ കുറയും. എങ്കിലും എല്ലാ കാര്യത്തിനും ഒരു അലസത ഉണ്ടാകും. ഒരു ഐശ്വര്യക്കുറവ് പൊതുവെ നേരിടും. ഒരു ശക്തി കുറവുണ്ടാകും. സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥകൾ, ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ബുദ്ധിമുട്ടിക്കും. അതേപോലെ ധനസംബന്ധമായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും. മക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശത്രുക്കൾ മൂലമുള്ള ശല്യങ്ങളും ഉണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമല്ലാത്ത സമീപനങ്ങൾ മൂലം ചില പ്രയാസങ്ങളും അനുഭവപ്പെടും. ഇനി കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പുണർദം അവസാന 1/4 ഭാഗം, പൂയം ആയില്യം നക്ഷത്രമാണ് കർക്കിടകക്കാരെ സംബന്ധിച്ച ഗുണദോഷ സമ്മിശ്രമാണ്. ആത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഉണ്ടാകും.
അതേപോലെ ഒരു ദൈവാധീനമൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അലസതയൊന്നുമില്ലാതെ തന്നെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയും. തൊഴിൽ രംഗത്തൊക്കെ ഒരു ശക്തിയും ബലവും ഒക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനായിട്ടുണ്ടാകും. അതേപോലെ ദൈവാധീനമുള്ള സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും. മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ ചില സമീപനങ്ങളുണ്ടാകും. ജീവിത പങ്കാളികൾ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്തുമൊക്കെ കുറച്ച് അനുകൂലമായ സാധ്യതയൊക്കെ ഉണ്ടാകും. വാഹനം, ആഭരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് കുറച്ച് ഗുണകരമായിരിക്കും. തൊഴിലിനെക്കുറിച്ച് കൂടുതലറിയാൻ ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത്ര അനുകൂല സമയമല്ല, ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമല്ല, അലസത, മടി ഒക്കെ ഉണ്ടാകും. എങ്കിലും പൊതുവെ കർക്കിടകക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്കാർക്കും ഗുണദോഷ സമ്മിശ്രമാണ്. അവർക്ക് ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ആരോഗ്യം അല്പം മേന്മയുണ്ടാകും. ശത്രുദോഷത്തിനൊക്കെ ചെറിയ കുറവ് സംഭവിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവും. വാക്കുകൾ അനുകൂലമായതുകൊണ്ട് പല കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. സുഹൃത്തുക്കൾ അനുകൂലമാണ്. പല കാര്യങ്ങളിലും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായൊരു സമീപനവും സഹകരണവും ഉണ്ടാകും. എങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മവിശ്വാസക്കുറവ് നന്നായിട്ടുണ്ടാകും. സ്വന്തം കാലിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ആ ദിവസം വേണ്ടാന്ന് വയ്ക്കും. അതേപോലെ ധനസംബന്ധമായ ചില കാര്യങ്ങളിൽ തടസ്സമുണ്ടാകുകയും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇനി കന്നിരാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്കാർക്ക് ദോഷമുള്ള ഒരു സമയം തന്നെയാണ്. എങ്കിലും ദൈവാധീനമുള്ളതാണെന്നുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സമാധാനപരമായി പോകും. തൊഴിൽ രംഗത്ത് വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലാളികളൊക്കെ ആയിട്ട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരായിട്ട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതുകൊണ്ട് വേണ്ടതൊന്ന് കൃത്യമായി ആലോചിച്ച് മാത്രം ചെയ്യുക. അതേപോലെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല. ശത്രുദോഷം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല. ബന്ധുജനങ്ങളിൽ നിന്നും മനസ്സിന് വിഷമമുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുപോലെ ജീവിത പങ്കാളി അനുകൂലമല്ല. വാഹനമൊക്കെ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്ക് എന്ത് കാര്യം ചെയ്യുന്നതിന് ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. തൻ്റെ ശക്തിയിൽ, തൻ്റെ കഴിവിൽ തനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടാകും. പക്ഷേ അത് അമിത ആത്മവിശ്വാസമായി മാറാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല ഒരു സമയമാണ്. പുതിയ കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സമയമാണ്. ബന്ധുക്കൾ അനുകൂലമായിരിക്കും. അതിലെ വാക്കുകളും നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. അലർജി സംബന്ധമായ അസുഖമുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. അതേപോലെ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാകും. മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതേപോലെ ജീവിത പങ്കാളിയുമായും സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. എങ്കിലും അവർക്ക് ദൈവാധീനമൊക്കെ ഉള്ളൊരു ദിവസമായതുകൊണ്ട് നന്നായിട്ട് നാമൊക്കെ ജപിച്ചാൽ മാറ്റം വരും. മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ജീവിത പങ്കാളിയുമായും അനുകൂലമായ സമീപനമൊക്കെ ജീവിത പങ്കാളിയിൽ നിന്ന് കിട്ടും. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ ഒരു അസ്വസ്ഥത അനുഭവപ്പെടും. മനസ്വസ്ഥത കുറവ് എപ്പോഴും നിഴലിക്കുന്ന ഒരു സമയമായിരിക്കും.
സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നുമല്ല. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും അത്ര അനുകൂലമല്ല. ബന്ധുജനങ്ങളിൽ നിന്നും ചില അനുകൂലമല്ലാത്ത സമീപനങ്ങൾ ഈ നാളുകാർക്കുണ്ടാകാം. സുഹൃത്തുക്കളും അത്ര അനുകൂലം ആയിരിക്കില്ല. ഇനി ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ്. കഠിന ദോഷമൊക്കെ മാറിയിട്ടുണ്ട്, ദോഷമാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതാണ്. ബന്ധുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹോദരങ്ങളിൽ നിന്നൊരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ബന്ധുക്കൾ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് നല്ല സഹകരണം ലഭിക്കും. തൊഴിൽ രംഗത്തിലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ പിന്തുണ എല്ലാ കാര്യത്തിനും ആവശ്യമായി വരും. സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ടാകും. മക്കളും അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകും. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശി. മകരം രാശിക്ക് ദോഷകരമാണ്. എങ്കിലും ദൈവാധീനമൊക്കെ ഉള്ളതാണ്. ജീവിത പങ്കാളിയിൽ നിന്നൊക്കെ ചെറിയ ഒരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകുമെങ്കിലും വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കരുത്. അലർജി സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതേപോലെ ആത്മവിശ്വാസക്കുറവ് ഒക്കെ അനുഭവപ്പെടുമ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അതേപോലെ ഒക്കെ അനുകൂലമല്ല. ശത്രുക്കൾ മൂലം കുറച്ചധികം പ്രയാസങ്ങൾ, ചില പേരുദോഷങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. അതേപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും കുറച്ച് തിക്താനുഭവങ്ങൾ, പ്രയാസങ്ങൾ, ആഗ്രഹിച്ചതുപോലെയുള്ള സഹായങ്ങൾ ഉണ്ടാകാതെ വരും. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ചിലപ്പോൾ അനുഭവപ്പെട്ടെന്ന് വരും. നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകൾ അനുകൂലമല്ലാതെ വരും. തൊഴിൽ രംഗത്ത് വളരെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും. ഇനി കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. അതേപോലെ സഹോദര സ്ഥാനീയരിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ ഒരു സമീപനങ്ങളൊക്കെ ലഭിക്കുന്നത് കൊണ്ട് അവർ കുറച്ച് ഉത്സാഹമൊക്കെ കൂടുതൽ എല്ലാ കാര്യങ്ങളിലും കാണിക്കാനൊക്കെ കഴിയുന്ന ഒരു സമയമായിരിക്കും. ആത്മവിശ്വാസത്തിലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. അതേപോലെ ആരോഗ്യകാര്യത്തിലൊക്കെ അല്പം മേന്മയുണ്ടാകും. വാഹന സംബന്ധമായ, ആഭരണ സംബന്ധമായൊക്കെ തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. തൊഴിൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഞാൻ എല്ലാ ദിവസവും 6 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന ഇന്ന് തൊഴിൽ എന്ന ഭാഗം, തൊഴിൽ എങ്ങനെയായിരിക്കും എന്ന വീഡിയോ കാണുക. അത് നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യും. അതും നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക, തുടർന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. അലസത, പ്രയാസങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ദൈവാധീനം വളരെ കുറയുന്ന ഒരു സമയമാണ്. മക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കാം. തൊഴിലാളികളുമായി സംസാരിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹപ്രവർത്തകർ അത്ര അനുകൂലമായിരിക്കില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധ അതിന് കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. ഇനി മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. മീനക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമാണെങ്കിലും അവർക്ക് ദൈവാധീനം കുറവുള്ളൊരു സമയം ഇപ്പോഴത്തെ ചാരഫലപ്രകാരമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തൊക്കെ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ലഹരിയൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിരിക്കും. ചിലപ്പോൾ ചില പ്രയാസങ്ങൾ അതുമൂലമൊക്കെ ഉണ്ടാകും. ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് തീർക്കാനുമൊക്കെ കഴിയും. തൊഴിൽ രംഗത്ത്, കർമ്മരംഗത്തൊക്കെ മേന്മയുണ്ടാക്കാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയരിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ സമീപനമുണ്ടാകും. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും. ആഭരണ സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ഗുണകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമല്ല. എന്നാൽ ബന്ധുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ അനുകൂലമായതുകൊണ്ട് ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് മേന്മയൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടെയാണ്. അപ്പോൾ മീനം രാശിക്കാർക്ക് പൊതുവെ ദോഷഫലം വളരെ കുറവും ഗുണഫലം കൂടുതലുമായിരിക്കും. ഇത് ചാരഫലമാണ്, ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ്. പൂർണ്ണമായും പരിഹാരമുള്ള ഇതാണ്. നിങ്ങൾ നന്നായി നാമം ജപിക്കുക. കലിയുഗത്തിൽ നാമജപത്തോളം പ്രധാനം ഒന്നുമില്ല.
ഇത് എത്രത്തോളം പറഞ്ഞാലും പലർക്കും മനസ്സിലാവില്ല. വലിയ വലിയ പൂജകളൊക്കെ പലരും ആഗ്രഹിക്കുക. ഈ കലിയുഗത്തിൽ നാമം ജപിക്കാൻ കഴിയുന്നത്ര കാര്യം വേറൊന്നുമില്ല. ഇനി അത് ഒരു നിർവാഹം ഇല്ലെങ്കിൽ മാത്രം ആണ് നമ്മൾ പൂജകളൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ജാതകമൊക്കെ പരിശോധിപ്പിച്ച് വേണ്ട രീതിയിൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ഒരു സാത്വികമായ ജീവിതചര്യ തുടർന്നാൽ തന്നെ പൊതുവെ വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ വരും. കുറച്ചൊക്കെ നമ്മുടെ ജാതകവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് അനുഭവിക്കും. അതിന് ക്ഷേത്രദർശനം, നാമജപം എല്ലാത്തിനും പരിഹാരമാണെന്നറിഞ്ഞ് നിങ്ങൾ നാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. എല്ലാവർക്കും നമസ്തേ.